എല്ലാവർക്കും SR കറിവേട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കൊഴുവ മീൻ കറി. ചില സൈഡിൽ ഇത് നത്തോലി എന്ന് പറയും. അതിനായി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് നടുക്കീറിയത്, ഒരു തക്കാളി കട്ട് ചെയ്തത്, 10 ചുമന്നുള്ളി ചതച്ചത്, നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇത് പിഴിഞ്ഞൊഴിക്കുക. ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില, ഇഞ്ചി ചതച്ചത്, ചുമന്നുള്ളി ചതച്ചത്, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സോഫ്റ്റാക്കി എടുക്കുക. നല്ലവണ്ണം വഴറ്റണ്ട. ഇതൊന്ന് സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി അതിൻ്റെ പച്ചമണം മാറിയാൽ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുക കുറച്ച് വെള്ളത്തിൽ. എന്നിട്ട് തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ചാറ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. മുളകിൻ്റെ കുത്തൊക്കെ വിട്ട് ചാറൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം അതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. മീനിന് അധികം വേവില്ലാത്തതുകൊണ്ട് 2-3 തിളച്ചാൽ മതിയിട്ടാണ്. ഉപ്പ് പോരാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീനൊക്കെ വെന്ത് ചാറൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം കട്ടിക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചതും സ്റ്റൗവ് ഓഫ് ചെയ്യുക. അതിൻ്റെ ചൂടിൽ തേങ്ങാപ്പാൽ വെന്തോളും. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, മുകളിൽ പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുക. അടിപൊളി മീൻ കറിയിട്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. ഞാനിടുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു.